പെട്ടെന്നുണ്ടാകുന്ന ട്രെയിൻ യാത്രകളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ആളുകൾ ഉപയോഗിക്കുന്ന ഒന്നാണ് തത്കാൽ ടിക്കറ്റ് ബുക്കിംഗ്. ഇതുമായി ബന്ധപ്പെട്ട് പുതിയ നിയന്ത്രണങ്ങളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നത്. ജൂലൈ 1 മുതൽ ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ഉപയോഗിച്ച് മാത്രമേ IRCTC ആപ്പിലും വെബ്സൈറ്റിലും ടിക്കറ്റ് ബുക്കിംഗ് ചെയ്യാനാവൂ. വിശദമായി പറയുകയാണെങ്കിൽ ജൂലൈ മുതൽ ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP നൽകിയാലേ ടിക്കറ്റ് ബുക്കിംഗ് സാധ്യമാകുകയുള്ളൂ. ഏജന്റുമാർ വഴി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാറുണ്ട്. എന്നാൽ ജൂലൈ 15 മുതൽ ഇങ്ങനെ ചെയ്യുമ്പോഴും OTP നൽകിയാൽ മാത്രമേ ടിക്കറ്റ് ബുക്കിംഗ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഏജന്റുമാർക്ക് ആദ്യ 30 മിനിറ്റ് തത്കാൽ ബുക്കിംഗിന് നിയന്ത്രണം ഏർപ്പെടുത്തും. AC കോച്ചുകൾക്കും non-AC കോച്ചുകൾക്കും ഈ നിയന്ത്രണം ബാധകമാക്കും. AC കോച്ചുകളിൽ രാവിലെ 10 മുതൽ 10:30 വരെയും non-AC കോച്ചുകളിൽ 11 മുതൽ 11:30 വരെയുമായിരിക്കും നിയന്ത്രണം ഉണ്ടാകുക. ഉപഭോക്താക്കൾക്ക് സുതാര്യമായി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനാണ് ഇത്തരത്തിലുള്ള നടപടി ജൂലൈ 1 മുതൽ നടപ്പിലാക്കാൻ പോകുന്നത്. ഈ നടപടി എല്ലാ റെയിൽവേ സോണുകൾക്കും ബാധകമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. ജൂലൈ 1 മുതൽ ആധാർ സ്ഥിരീകരണം നടത്തിയ ഉപഭോക്താക്കൾക്ക് മാത്രമേ IRCTC വെബ്സൈറ്റ് വഴിയും മൊബൈൽ ആപ്പ് വഴിയും തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ചുരുങ്ങിയ സമയം മാത്രമേ ലഭിക്കാറുള്ളൂ. എന്നാൽ വിവരങ്ങൾ നേരത്തെ നൽകിയാൽ പെട്ടെന്ന് തന്നെ സീറ്റ് ഉറപ്പാക്കാനും സാധിക്കുന്നതാണ്. റെയിൽവേ സ്റ്റേഷനിൽ നേരിട്ടെത്തിയും തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. റെയിൽവേ റിസർവേഷൻ കൗണ്ടറിലും ഇത് ചെയ്യാൻ സാധിക്കും. യാത്രാ വിവരങ്ങളും യാത്രക്കാരുടെ വിവരങ്ങളും ഒരു അപേക്ഷാ ഫോമിൽ പൂരിപ്പിച്ചാണ് നൽകേണ്ടത്. AC ക്ലാസുകൾക്ക് രാവിലെ 10 മണിക്കും non-AC ക്ലാസുകൾക്ക് രാവിലെ 11 മണിക്കുമാണ് ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിക്കുന്നത്. യാത്ര ചെയ്യാനുള്ള തീയതിക്ക് ഒരു ദിവസം മുന്നെയാണ് തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. സാധാരണ ട്രെയിൻ ടിക്കറ്റിനെ അപേക്ഷിച്ച് ഈ ടിക്കറ്റിന് നിരക്ക് അധികമായാണ് ഉണ്ടാകാറുമുള്ളത്. കൂടാതെ ക്ലാസ് മാറുന്നതിനനുസരിച്ച് ഈ വിലയിൽ വ്യത്യാസവും വന്നേക്കാം. ചിലപ്പോൾ ഇരട്ടി തുക വരെ നൽകേണ്ടി വന്നേക്കാം. ട്രെയിൻ യാത്രകൾ ചെയ്യുന്നവർ ഈ വിവരങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കേണ്ടതാണ്. ജൂലൈ 1 മുതലാണ് ഈ മാറ്റങ്ങൾ വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കേണ്ടതുമാണ്. ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ശരിയായി തന്നെ മനസ്സിലാക്കുക.